ഈശോ ദൈവപുത്രനാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ വചനത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:24 ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം ആത്മാവാണ്. ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ ലോകത്ത് മനുഷ്യരൂപം സ്വീകരിച്ച ഏക വ്യക്തി ഈശോയാണ്. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനമായിരുന്ന ദൈവം മാംസമായി അല്ലെങ്കിൽ മനുഷ്യരൂപം സ്വീകരിച്ച് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഈ ലോകത്ത് പിറന്നതിനാലാണ് ഈശോ ദൈവപുത്രൻ എന്ന് പറയുന്നത്. രണ്ടാമത്, ഈശോ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോഴും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ഈ ലോകത്ത് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ ദൈവപുത്രനാണെന്ന് ഉറപ്പാക്കുന്നു. മൂന്നാമത്, ഈശോ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ ഈശോയ്ക്ക് മുമ്പ് ഒരു വ്യക്തിയും മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുകയോ ആർക്കും അനുഗ്രഹങ്ങൾ നൽകുകയോ ചെയ്തതായി അറിവില്ല. ഈശോയ്ക്ക് ശേഷം ഈശോ നിദ്ര പ്രാപിച്ച വിശുദ്ധർ മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുകയോ അവരുടെ മധ്യസ്ഥയാൽ ഈശോയിലൂടെ അനുഗ്രഹങ്ങൾ വർഷിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളൊക്കെ മുകളിൽ ഈശോയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ഈശോയുടെ കരുണ, അനുഗ്രഹങ്ങൾ, സംരക്ഷണം, സഹായം അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. ഇതിനർത്ഥം ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് സഹനങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല. ഈശോയുടെ ജീവിതത്തിലും ഈശോ വസിച്ചിരുന്ന ഭവനമായ തിരുക്കുടുംബത്തിലും സഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈശോയിൽ അഭയം തേടുന്നവർക്കും സഹനങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ സഹനങ്ങളെ അതിജീവിച്ച് കടന്നു പോകുന്നതിനും അതിലൂടെ ദൈവത്തിൻ്റെ ശക്തിയും കൃപകളും തിരിച്ചറിയാനും ഈശോ അവരെ സഹായിക്കും. ഈശോയിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ നന്മയ്ക്ക് നല്ലതാണെന്ന് ദൈവത്തിന് തോന്നുന്ന കാര്യങ്ങൾ അതിന് അനുയോജ്യമായ സമയത്ത് നമുക്കോ മറ്റുള്ളവർക്കോ ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്ന സമയങ്ങളിൽ ദൈവം അവർക്ക് ആശ്രയമായി മാറും, തുണയായി മാറും. അതിലൂടെ ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവും അനുഗ്രഹങ്ങളും അവർക്ക് അനുഭവിച്ചറിയാൻ ഈശോയോട് എത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണേലും നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചാലും ചിലപ്പോൾ നാം നമ്മുടെ ബലഹീനതകളാലും അറിവില്ലായ്മയാലും ചിന്തിച്ചു പോവും, ദൈവമുണ്ടോ, ഈശോ ദൈവമാണെന്നൊക്കെ. ആ സമയത്ത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും നാം ചെയ്യേണ്ടത് ഒരു ധ്യാനമന്ദിരങ്ങളിൽ പോവുക എന്നുള്ളതാണ്. പഴയ കാലത്ത് പ്രവാചകന്മാരിലൂടെയും പിന്നെ ഈശോയിലൂടെയും ശിഷ്യന്മാരിലൂടെയും ദൈവം പ്രവർത്തിച്ച അടയാളങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതും ഒരുപാട് വ്യക്തികൾ ഈശോയിൽ അഭയം തേടുമ്പോൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതും നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവം തിരുമനസ്സായ നമ്മുടെ ജീവിതത്തിലും ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഈശോ ദൈവപുത്രനാണെന്ന സത്യം തിരിച്ചറിയാൻ ദൈവമായ ഈശോ നമുക്ക് എല്ലാവർക്കും ഇടവരുത്തട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.